CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, എന്താണ് വിവരങ്ങൾ? CSR ഫണ്ട് തട്ടിപ്പ് കേസിലാണ് കണ്ണൂർ ടൗൺ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രതി ചേർത്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ തടഞ്ഞിട്ടുള്ളത്. ലാലി വിൻസെന്റ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചുവെങ്കിലും ചില നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അതായത് ലാലി വിൻസെന്റിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവതരമെന്നാണ് ജസ്റ്റിസ് TV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത്. തന്നെ തെറ്റായി പ്രതി ചേർത്തതാണെന്നും സിവിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റും അഭിഭാഷക എന്ന നിലയ്ക്ക് നിയമോപദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ലാലി വിൻസെന്റ് വാദമെന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സാമ്പത്തിക ഇടപാടുകളുമായിട്ട് തനിക്ക് ബന്ധമില്ല, ഇതിന് തക്ക തെളിവുകളുമില്ല, എന്നിട്ടും തന്നെ കേസിൽ പ്രതി ചേർത്തു. അതിനാൽ തന്നെ നിലവിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു ഹർജിയിൽ ലാലി വിൻസെന്റ് ഉന്നയിച്ചിരുന്നത്. എന്തായാലും തന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അന്വേഷണമായിട്ട് പൂർണ്ണമായും സഹകരിക്കാൻ താൻ തയ്യാറാണെന്നും ലാലി വിൻസെന്റ് ഹൈക്കോടതിയെ ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ഇടക്കാല ഉത്തരവ് എന്നുള്ള രീതിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിലവിൽ ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും ലാലി വിൻസെന്റിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവതരമെന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണരാജ്. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു.